പ്രിയപ്പെട്ട സഖാക്കളെ, സഖാവ് എം പി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സമയമേറെ വൈകിയതുകൊണ്ട് തന്നെ ഓരോരുത്തരെയായും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നില്ല. ഈ ജാഥയുടെ ക്യാപ്റ്റൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം പി ഗോവിന്ദൻ മാസ്റ്ററെ ബാലുശ്ശേരിയുടെ നിറഞ്ഞ പൗരാവലിക്ക് വേണ്ടി ഈ ജാഥാ സ്വീകരണത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതോടൊപ്പം ഈ ജാഥയുടെ ഭാഗമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഒറ്റവാക്കിൽ ഈ ജാഥാ സ്വീകരണ കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ജാഥാ സ്വീകരണ കേന്ദ്രത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി NCPയുടെ നേതാവ് സഖാവ് P. സുധാകരൻ മാസ്റ്ററെ ക്ഷണിക്കും. പ്രിയപ്പെട്ടവരെ, ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ ജാഥ ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ നമ്മെ അഭിസംബോധനയായി സാദരം ക്ഷണിച്ചോളൂ. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഈ വേദിയിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാരാധ്യരായ നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഫെബ്രുവരി മാസം 1-ാം തീയതി കേരളത്തിൻ്റെ വടക്കേ അറ്റമായ മഞ്ചേശ്വരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുമ്പളയിൽ വെച്ചാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത്. സഖാവ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി, ഉദ്ഘാടനം ചെയ്ത ഈ ജാഥ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലാ പര്യടനം പൂർത്തിയാക്കി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് ജില്ലയിലെ മുക്കമ്പുപള്ളി, ബാലുശ്ശേരി 3 മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി ഇവിടെ സമാപിക്കുക. ഈ സമാപന സമ്മേളനം ഈ ജാഥ കടന്നു വന്ന എല്ലാ വഴികളിലും ഞങ്ങൾക്ക് കിട്ടിയ സ്വീകരണത്തിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് ഇവിടെയും ഞങ്ങൾ കണ്ടത്. ഇവിടെയുള്ള ഈ ഗ്രൗണ്ടിലുള്ളവരെക്കാളും കൂടുതൽ ആളുകൾ ജാഥാ സ്വീകരണവുമായി ഇതിൻ്റെ പുറത്ത്
ഞങ്ങളോടൊപ്പം അനുഗമിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്കൊന്നും ഇങ്ങോട്ട് പ്രവേശിക്കാൻ യാതൊരു സൗകര്യമില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ മണ്ഡലം കേന്ദ്രത്തിൽ തന്നെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമ്മേളനം നടത്താൻ ഉള്ള സ്ഥലം കേരളത്തിൽ എവിടെയുമില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു വലിയ ജനകീയ മുന്നേറ്റമാണ്. സാധാരണ ജാഥയിൽ നിന്ന് വ്യത്യസ്തമായി ഉദ്ഘാടനം നടന്ന കുമ്പള മുതൽ ഇന്നിവിടെ സമാപിക്കുന്ന ബാലുശ്ശേരി വരെ അഭൂതപൂർവമായ ഒരു ജനകീയ കുതിപ്പാണ് ഞങ്ങൾ കണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 10,000-കണക്കിന് ആളുകൾ ഈ ജാതിയെ സ്വീകരിക്കാൻ എത്തിയത് എന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങളെല്ലാം ജാഥയിലുള്ളത് കൊണ്ടൊന്നുമല്ല, ഈ ജാഥ ഉയർത്തുന്ന മുദ്രാവാക്യവും അതിൻ്റെ പ്രസക്തിയും ജനങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് അടിസ്ഥാനപരമായ കാര്യം. ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായിട്ട് മാധ്യമങ്ങളും ബൂർഷ്വാ പാർട്ടികളും എല്ലാം ചേർന്ന് നടത്തുന്ന അതിശക്തിയായ കടന്നാക്രമമുണ്ട്. ആ കടന്നാക്രമത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ജനകീയ മുന്നേറ്റമാണ് ഈ ജാഥാ സ്വീകരണത്തിൽ ഞങ്ങൾ കാണുന്നത്. അതാണ് അടിസ്ഥാനം. ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയൊക്കെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ഓരോ ശ്രമത്തെയും പ്രതിരോധിക്കുന്നത് ഇതുപോലെ ജനകീയമായ മുന്നേറ്റത്തോടു കൂടിയുള്ള ജനങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ പ്രബലമായ കരുത്ത്, ശക്തി ഈ ജനകീയമായ ഒത്തൊരുമയും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള അവരുടെ നിശ്ചയദാർഢ്യവുമാണ്. കേരളത്തിൽ നടത്തുന്ന ഈ ജാഥയിലെ ഇന്ന് 3 ജാഥയും ഇന്ന് പര്യടനം നടത്തി തുടങ്ങി. ഇന്നാണ് ഒരു ജാഥ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവ്, നിങ്ങൾക്കറിയാം, കേരള കോൺഗ്രസ് മാണിയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ജാഥ. ജോസ് കെ മാണിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ജാഥ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. കഴിഞ്ഞ 3-ാം തീയതി സഖാവ് ബിനോയ് വിശ്വം നേതൃത്വം നൽകുന്ന ജാഥ പിണറായി വിജയൻ തന്നെ തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ ജാഥ 1-ാം തീയതി ആരംഭിച്ചതാണ്. സഖാവ് പിണറായി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ ജാഥകൾ കേരളത്തിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ദിവസം ഉൾപ്പെടെ ഇനി 16-ാം തീയതി വരെയാണ് ജാഥയുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളുമായിട്ട് ഞങ്ങൾ സംവേദിക്കും. ഇതിനിടയിൽ തന്നെ ഈ 3 ജില്ലയിലൂടെ കടന്നു വന്നപ്പോൾ നിരവധി ലക്ഷം ആളുകളോട് ഞങ്ങൾ സംവേദിച്ചു കഴിഞ്ഞു. ആദ്യം ചില പത്രങ്ങൾ ജാഥക്കത്ര ആളില്ല എന്നൊക്കെ പറയാൻ നോക്കിയിരുന്നു. പിന്നെ അത് ഉപേക്ഷിച്ചു. ജാഥാ സ്വീകരണത്തിന് വലിയ ജനകീയ മുന്നേറ്റമുണ്ട് എന്നവർക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഈ ജാഥയിൽ 2 കാര്യമാണ് പറയുന്നത്. ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട് എല്ലാവരും, ഒരുപാട് ആൾ പ്രസംഗിച്ചു. ജാഥാംഗങ്ങളിൽ മിക്കവാറും എല്ലാവരും ഇന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഇവിടെയും പ്രസംഗിച്ചിട്ടുണ്ട്. 5-6 നേതാക്കൾ ഇവിടെ പ്രസംഗിച്ചു. ഞാനതിൻ്റെ രത്നച്ചുരുക്കം 2 കാര്യമേ പറയാൻ ഉദ്ദേശിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഈ കേരളം വർത്തമാന കാലഘട്ടത്തിലെ കേരളമായത് എങ്ങനെയാണ് എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചാലേ മനസ്സിലാവും. RSകാരും BJPക്കാരും പറയുന്നത് പോലെ ഇത് പണ്ടേ ഇങ്ങനെയായിരുന്നു എന്നല്ല. പണ്ടേ ഇങ്ങനെ ആയിരുന്നില്ല. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കേരളം വളരെ വളരെ അപകടകരമായ ജനജീവിതത്തിൻ്റെ മേലെ കടന്നാക്രമണം നടന്ന ഒരു നാടാണ്. അടിമതുല്യമായി ജീവിച്ച ജനതയുടെ ഒരു നാടാണ്. ബ്രാഹ്മണ്യത്തിൻ്റെ ഭാഗമായി സവർണ മേധാവികൾ നമ്മുടെ പാവപ്പെട്ട മനുഷ്യർക്ക്, അവർണർക്ക് വഴി നടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. വഴിയിലൂടെ നടക്കുമ്പോൾ ഈ സവർണരാരെങ്കിലും പെട്ടുപോകുമോ എന്ന ഭയം കൊണ്ട് പാവം പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ഒരു ശബ്ദമുണ്ടാക്കിയിട്ടാണ് നടക്കുക. ഓയ് ഓയ്. ആ ശബ്ദം കേട്ടാൽ മനസ്സിലാവും
ഈ അധസ്ഥിതനെതിരെ പോകുന്നുണ്ട്. അതുകൊണ്ട് വഴിമാറുകയോ അല്ലെങ്കിൽ മാറി നിൽക്കുകയോ ചെയ്യണം. ഇതാണ് സവർണ കാലഘട്ടം അവർ പറയുന്നത്, RSS പറയുന്നത്. അതൊരു സുവർണ കാലഘട്ടമാണെന്നാണ് അവർ പറയുന്നത്. അത് ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും മനുസ്മൃതിയുടെയും എല്ലാം കാലം. ഇതാണ് കേരളത്തിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളൊരു കാര്യം ഉറപ്പായിട്ട് പറയാം, അത് ഞാൻ നേരത്തെ പറഞ്ഞ അടിമതുല്യമായ ജീവിതത്തിൻ്റെ കാലമാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ വിവേകാനന്ദനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചില്ല. അപ്പോഴാണ് വിവേകാനന്ദൻ പറഞ്ഞത് ഇതൊരു ഭ്രാന്താലയമാണ്. ഈ ഭ്രാന്താലയമെന്ന് വിളിച്ച് അവഹേളിച്ച, അല്ലെങ്കിൽ നമ്മളെ അതിൻ്റെ കൃത്യമായ അന്നത്തെ അർത്ഥത്തിൽ വിശകലനം ചെയ്ത ആ ഭ്രാന്താലയം എങ്ങനെ മനുഷ്യാലയമായിട്ട് മാറി? അടിമതുല്യമായി ജീവിച്ച കേരളത്തിലെ മനുഷ്യൻ എങ്ങനെ തൻ്റെടിയായ ഒരു ജനവിഭാഗമായിട്ട് മാറി? ഇതെല്ലാം യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല, വിധിയുടെ ഭാഗമായിട്ടുമല്ല. അതിശക്തിയായ പോരാട്ടങ്ങളിലൂടെ, സമരങ്ങളിലൂടെ ഏതാണ്ട് 1930കളുടെ ആദ്യം മുതൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ്, പിന്നീട് കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ അതിശക്തിയായ സമരങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ ഒരു തൻ്റെടിയായ ഒരു വർഗം, ഒരു വിഭാഗം കേരളത്തിൽ രൂപപ്പെട്ടു. അതിലൂടെയാണ് ഈ ആധുനിക കേരളം രൂപപ്പെട്ടു വന്നത്. ഇവിടെ സാഹോദര്യത്തിൻ്റെ മുദ്രാവാക്യം, മതനിരപേക്ഷതയുടെ മുദ്രാവാക്യം, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അതുപോലെയുള്ള നമ്മുടെ വാഗ്ഭടാനന്ദൻ, ഇവരെല്ലാം നടത്തിയ ഐതിഹാസികമായ ഒരു ജീവിത മുന്നേറ്റമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേരളം രൂപപ്പെട്ടു വന്നത്. ആ കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് മതനിരപേക്ഷതയും ജനാധിപത്യവും ജനാധിപത്യ മൂല്യങ്ങളും എല്ലാം ഈ രാജ്യത്തെ ജനതയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത്. ലോകത്ത് തന്നെ ഇതുപോലെ കേരളം പോലെ ഒരു നാട് വേറെയില്ല. സാർവദേശീയ മതങ്ങളായ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, ഒരു 48% വരുന്ന മുസ്ലിമും ക്രിസ്ത്യാനിയും, ഏതാണ്ട് 52% വരുന്ന ഹിന്ദു. ഇതുപോലെ ഈ റേഷ്യോവിൽ ഇവിടെ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരു ജനത ലോകത്ത് വേറെ എവിടെയും ഇല്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല, സത്യം. ആ ജനത സാഹോദര്യത്തോടുകൂടി മുന്നോട്ടേക്ക് പോവുകയാണ്. ഈ കാലം നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൾക്കരുത്തതാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു വർഗീയ സംഘർഷവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഒരു വർഗീയ ചേരിതിരിവിന് വേണ്ടിയുള്ള അവസരവും ഒരുക്കിയിട്ടില്ല. കർശനമായ നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. ആ കർശനമായ നിലപാടെടുത്തതുകൊണ്ട് മാത്രമല്ല, ആ കർശന നിലപാട് ശിരസാവഹിച്ച് ഈ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനത മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവൻ്റെ ഭാവി ജീവിതം കെട്ടിപ്പൊക്കാൻ ഈ കേരളത്തിലെ ഗവൺമെൻറ്റുമായി സഹകരിക്കുന്നു എന്നുള്ളതുകൂടി ചേർന്നപ്പോഴാണ് ഈ ജനതയെ ഫലപ്രദമായി നമുക്ക് വർഗീയതക്കെതിരായിട്ട് മുന്നോട്ടേക്ക് നയിക്കാൻ കഴിഞ്ഞത്. എന്നാൽ അപകടകരമായ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തെളിനീരൊഴുകുന്ന 44 നദികളുള്ള നാടാണ് കേരളം. അതിമനോഹരമായ നാട്. ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന 52 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന് കേരളമാണ് എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, അമേരിക്കയിലെ ടൈംസ് മാഗസീനാണ്. അവരുടെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ പറഞ്ഞത് ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന ഏറ്റവും ശ്രദ്ധേയമായ 52 സ്ഥലം. അതിൽ 52ാമത്തതല്ല നമ്മളത്, അതിനെത്രയോ മുമ്പാണ് കേരളം. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത് അതുകൊണ്ടുകൂടിയാണ്. ഈ കേരളത്തെ മലീമസമാക്കാൻ, അതിൽ കൃത്യമായിട്ട് വിഷം ചേർക്കാൻ വർഗീയവാദികൾ, അത് ഭൂരിപക്ഷ വർഗീയത, RSS, സംഘപരിവാർ, ജമായത്തെ ഇസ്ലാമി, കാസ, ഈ 3 ശക്തികളും കേരളത്തിൽ ശ്രമിക്കുന്നുണ്ട്. അതിനെ അതിജീവിച്ചു വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ. ഇവർക്ക് അനുകൂലമായിട്ട് മാധ്യമ ശൃംഖലകളുണ്ട്.
കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ, ഇടതുപക്ഷ വിരുദ്ധതയുടെ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ കേരളം. അവർ വാർത്ത കൊടുക്കുകയല്ല, വാർത്ത സൃഷ്ടിക്കുകയാണ്, വാർത്ത ഉൽപ്പാദിപ്പിക്കുകയാണ്. നമുക്കെതിരായിട്ട്, ഗവൺമെൻറ്റിനെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി, എല്ലാവർക്കുമെതിരായി ഇത്തരം വാർത്ത സൃഷ്ടിക്കുന്ന, വാർത്ത ഉൽപ്പാദിപ്പിക്കുന്ന ശൃംഖലകൾ ഉപയോഗിച്ച് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ നേതാക്കൾക്കെതിരായി അപവാദ പ്രചരണങ്ങളും കള്ളപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രതിരോധിക്കുന്നതിന് നമ്മുടെ നാക്കല്ലാതെ, നമ്മളല്ലാതെ വേറൊരു ശക്തിയും കരുത്തും വേറെയില്ല. അത് മനസ്സിലാക്കിയിട്ടുള്ള ജനങ്ങളുടെ പ്രതികരണമാണ് ഈ ജാഥാ സ്വീകരണങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലും ഞങ്ങൾ കാണുന്നത്. ഇതിനെ പ്രതിരോധിക്കണം. വർഗീയതയെ പ്രതിരോധിച്ചില്ല എങ്കിൽ ഈ കേരളം ഉണ്ടാവില്ല. ഈ കേരളം നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന കാളകൂട വിഷം നിരന്തരമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശക്തികളെ ഫലപ്രദമായി പ്രതിരോധിക്കണം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വർഗീയതയെ പ്രതിരോധിക്കാനുള്ള കരുത്ത് ആർക്കാണ്? ആരെയാണ് ഈ പ്രതിരോധത്തിന് നമ്മൾ ആശ്രയിക്കുക? ഒരു സംശയവും വേണ്ട, വിശ്വാസികൾ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ് എന്നെനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരാളും വർഗീയവാദികളല്ല. വിശ്വാസികൾ വർഗീയവാദികളല്ല. വർഗീയവാദികൾ എന്ന് പറയുന്നത് രാഷ്ട്രീയാധികാരത്തിലേക്ക് കടക്കാൻ ചവിട്ടുപടിയായി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നവരാണ്. അവർ വിശ്വാസികളല്ല. അവർ വിശ്വാസം ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, വിശ്വാസികളായതുകൊണ്ടല്ല. അപ്പോൾ വിശ്വാസികളെ ചേർത്ത് നിർത്തി ഈ വർഗീയ വിഷം വമിക്കുന്ന ഈ ശക്തികൾക്കെതിരായി അതിശക്തിയായ പോരാട്ടത്തിലേക്ക് പോയില്ല എങ്കിൽ ഈ കേരളം ഉണ്ടാവില്ല. ഈ കേരളം ഉയർത്തുന്ന മാനവീയതയുണ്ടാവില്ല. മനുഷ്യ സ്നേഹപരമായിട്ടുള്ളതിൻ്റെ ഉള്ളടക്കം തകരും. ഇതാണ് ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജമായത്തെ ഇസ്ലാമിയുമായും RSS BJP സഖ്യവുമായി തരാതരം പോലെ ബന്ധമുണ്ടാക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. അദ്ദേഹം ഇപ്പോൾ ജാതിയായിട്ട് പുറപ്പെടുന്ന ഇന്ന് ജമായത്തെ ഇസ്ലാമി വർഗീയവാദികളല്ല എന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ജമായത്തെ ഇസ്ലാമിയുടെ ജനറൽ സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം എന്ന മുദ്രാവാക്യം ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. ഇവ രണ്ടും തമ്മിൽ എങ്ങനെയാ യോജിക്കുക? നിങ്ങൾക്കറിയാലോ, ജമായത്ത് ഇസ്ലാമിയുടെ ഭാഗമായിട്ട് അതിൻ്റെ നേതാവായ കാരക്കുന്ന് പറയുന്നത് ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രം എന്ന മുദ്രാവാക്യം ഉപേക്ഷിച്ചിട്ടില്ല. VD സതീശൻ പറയുന്നു അവരുമായി സന്ധി ചെയ്യാൻ, സഖ്യമുണ്ടാക്കാൻ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ വർഗീയ ശക്തികളെ ചേർക്കുകയാണ്. തരാതരം പോലെ BJPയുമായിട്ട് ചേരുകയാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒറ്റ ഉന്നം മാത്രമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം. അതാരായാലും കുഴപ്പമില്ല, ജമായത്ത് ഇസ്ലാമി ആയാലും കുഴപ്പമില്ല, BJP ആയാലും തിരക്കേടില്ല, ആരായാലും കുഴപ്പമില്ല എന്ന നിലപാട് അവരിപ്പോഴും എത്തിച്ചേർന്നിരിക്കുകയാണ്. അധികാരമില്ലാതെ എന്തോ ജീവിക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥ. ഇതാണ് മുസ്ലിം ലീഗ് പ്രകടിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസ്സുകാർ പ്രകടിപ്പിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ വർഗീയതയെ പ്രതിരോധിക്കുന്ന ചുമതലയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് വേറിട്ട് നിൽക്കാനാവില്ല എന്ന കാര്യമാണ് ഒന്നാമത്തെ മുദ്രാവാക്യമായി ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ നേതാക്കൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനം ഞങ്ങൾ കാണുന്നതും വലതുപക്ഷം കാണുന്നതും രണ്ടും രണ്ടാണ്. ഞങ്ങൾ കാണുന്നത് ഏറ്റവും പിന്നണിയിലുള്ള ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുക. അതാണ് അടിസ്ഥാനപരമായ കാര്യം. അംബേദ്കർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരാണ് അന്ത്യജർ. ഗ്രാമങ്ങളുടെ അന്ത്യങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ അടിച്ചു കുന്നുകയറ്റവരാണെന്ന അതിൻ്റെ അർത്ഥം. അവരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അടിവേര്. അവരുൾപ്പെടെയുള്ള ജനതയാണ് മോചിപ്പിച്ച് മുന്നോട്ടേക്ക് നയിക്കേണ്ടത്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് തുടങ്ങുക.
കോൺഗ്രസും അതുപോലെ തന്നെ BJPയും ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരായി ടാറ്റയെയും ബിർളയെയും എങ്ങനെ മാറ്റാമെന്നാണ് മുമ്പ് കോൺഗ്രസ് ആലോചിച്ചത്. ഇപ്പോഴ് അദാനിയെയും അംബാനിയെയും എങ്ങനെ ലോക മുതലാളിയാക്കാമെന്നാണ് നരേന്ദ്രമോദിയും BJPയും ആലോചിക്കുന്നത്. വെറും ഹിന്ദു രാഷ്ട്രത്തിന്റെ പേര് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളാണ് വലതുപക്ഷം. ഈ വലതുപക്ഷ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനമാണ് ഇടതുപക്ഷത്തിന്. അതാണ് ഞാൻ പറഞ്ഞത്, ജനങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുക, പാവപ്പെട്ടവരെ മുന്നോട്ടേക്ക് എത്തിക്കുക. ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇതേവരെ മുന്നേറിയത്. 1957 കേരളത്തിൽ ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ലോകത്തുണ്ടായത്. ജനസമ്മതിയോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരേ ഒരു കേന്ദ്രം കേരളമാണ്. 57 ആ 57 അധികാരത്തിൽ വന്നിട്ട് 6ാമത്തെ ദിവസമാണ് കുടിയൊഴിപ്പിക്കരുത് എന്ന ഓർഡിനൻസ് ഗവൺമെന്റ് ഇറക്കിയത്. കുടിയൊഴിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോഴാണ് ജന്മിമാരുടെ ഭൂപ്രമാണിമാരുടെ ഭൂമിയിൽ കുടികിടക്കുന്ന കൃഷി ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യന് നിൽക്കാൻ ഒരിടം കിട്ടി. രേഖയൊന്നും കിട്ടിയിട്ടില്ല, നിൽക്കാൻ ഒരിടം കിട്ടിയാൽ എന്താ പറയാ മലയാളത്തിൽ? തൻ്റെ ഇടം. ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിലുള്ള ഒരു മനുഷ്യനും തൻ്റെ ഇടത്തെപ്പറ്റി ആലോചിക്കാൻ സാധിക്കുന്നതിന് മുമ്പ് 57 ഏപ്രിൽ മാസം 11-ാം തീയതി നിൽക്കാൻ ഇടം കിട്ടിയ മനുഷ്യനുള്ള നാടാണ് കേരളം. അതാ കേരളത്തിന്റെ പ്രത്യേകത. 1957 കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ടു, കാർഷിക മേഖലയിൽ ഇടപെട്ടു. അങ്ങനെ 2 വർഷം കൊണ്ട് ആ ഗവൺമെന്റ് പോയി. പിന്നീട് വീണ്ടും കാത്തിരുന്നു. 1967 വീണ്ടും സഖാ VMSന്റെ ഗവൺമെന്റ് വന്നു. ഇന്ത്യയിലെ എല്ലാ നാട്ടിലും ഇപ്പോഴും നിലവിലുള്ളൊരു വർഗമാണ് ജന്മി. ഈ കേരളത്തിൽ മാത്രം ആ വർഗമില്ല. ആ വർഗം കേരളത്തിലില്ല, ജന്മി വർഗം. ഇപ്പൊ സിനിമയിലും നാടകത്തിലും മാത്രമേ ഉള്ളൂ ജന്മി. നാട്ടിലില്ല. നാട്ടിലാരും കണ്ടിട്ടുണ്ടോ ഇപ്പൊ ജന്മീന? പണ്ടെന്തായിരുന്നു ജന്മിയുടെ സ്ഥിതി? ആ ജന്മി വർഗത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് സാധിച്ചത് ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റ് 1967 അധികാരത്തിൽ വന്നു. 69 ഒക്ടോബർ 14-ാം തീയതി കാർഷിക ഭൂപരിഷ്കരണ നിയമം നടപ്പിലായി, ജന്മിത്വം അവസാനിപ്പിക്കുന്ന. പിന്നീട് വലിയ രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിച്ച് ഇപ്പോഴും ഞങ്ങളോടെല്ലാം ചിലർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഉണ്ടാക്കിയെന്ന് RSകാരനും BJPക്കാരനും ചരിത്രത്തെപ്പറ്റി മനസ്സിലാവാണ്ട് നിങ്ങളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ രീതിയിൽ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് 1970 കഴിയുമ്പോഴേക്ക് ഈ കേരളക്കരയിൽ വലിയ രീതിയിലുള്ള മാറ്റം, അടിസ്ഥാനപരമായ മാറ്റം സംഭവിപ്പിക്കുന്ന അതിശക്തമായ മുന്നേറ്റമുണ്ടായി. ആ മുന്നേറ്റത്തിലൂടെ ഈ ചെമ്പതാക ഉയർത്തിപ്പിടിച്ച പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ഇവിടെ 36 ലക്ഷം കുടുംബങ്ങൾക്ക് 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി നൽകാനായി എന്നുള്ളതാണ് ഈ കേരളത്തെ ആധുനിക കേരളമാക്കി മാറ്റിയതിന്റെ അടിസ്ഥാനപരമായ കാര്യം. ഇത് മറക്കണ്ട, വെറുതെ വന്നതല്ല. ആകെയുണ്ടായിരുന്ന കുടുംബങ്ങളിൽ പകുതിയിൽ കൂടുതൽ 36 ലക്ഷം കുടുംബങ്ങൾക്ക് ഭൂമി. അത് ഞാൻ പറഞ്ഞത് വെറും 5 സെന്റല്ല, 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ. ഈ കേരളത്തിന്റെ മാറ്റാണ്, അടിസ്ഥാനപരമായ മാറ്റാണ്. പാർലമെന്ററി സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാവില്ല എന്നായിരുന്നു നമ്മുടെ ധാരണ. ആശ്വാസങ്ങൾ നൽകാൻ മാത്രമേ സാധിക്കുള്ളൂ എന്നായിരുന്നു നമ്മൾ കണ്ടത്. അല്ല എന്ന് മനസ്സിലായി. അടിസ്ഥാനപരമായ ജനാധിപത്യ വിപ്ലവം, ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുന്ന വിപ്ലവത്തിന്റെ പേരാണ് ജനാധിപത്യ വിപ്ലവം. അത് ലോകത്ത് 300 കൊല്ലം 1789 ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ആരംഭിക്കുന്നത്. അത് ബൂർഷ്വാ വിപ്ലവമാണ്, ബൂർഷ്വാസി നയിക്കുന്ന വിപ്ലവം. അതുകൊണ്ടാണ് ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവം എന്നതിന് പേര് നൽകിയത്. എന്നിട്ട് ഇപ്പോൾ എത്രയായി? 1789 മുതൽ യൂറോപ്പിന്റെ, ലോകത്തിന്റെ വിവിധ മേഖലയിൽ നടന്ന ഈ ബൂർഷ്വാ ജനാധിപത്യ വിപ്ലവത്തിലൂടെയാണ് ഇന്ന് കാണുന്ന ഡെമോക്രാറ്റിക് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു വന്നത്. അത് മനുഷ്യന്മാര് ജനാധിപത്യ സംവിധാനത്തിലൂടെ വന്നതല്ല. ഭൂപ്രഭുക്കന്മാരെയും യുദ്ധപ്രഭുക്കന്മാരെയും രാജ്ഞിയെയും രാജാവിനെയും കഴുത്തറത്ത് കൊന്നിട്ടാണ് വന്നത് ബൂർഷ്വാസി. വെറുതെ വന്നതല്ല. ബൂർഷ്വാസിക്ക് അതിന്റെ ഭാഗമായിട്ട് കൊന്നുകിട്ടിയ ശവം മാത്രമല്ല, ആ ശവകൂമ്പാരത്തിന്റെ ഒപ്പം ആ കാലഘട്ടം മുഴുവൻ സമ്പാദിച്ച മുഴുവൻ സമ്പത്തും കിട്ടി ബൂർഷ്വാസിക്ക്. അതിന്റെ മേലെയാണ് ബൂർഷ്വാസി
ശക്തിപ്പെട്ട് മുന്നോട്ടേക്ക് വന്നത്. ആ ശവമാടത്തിൽ നിന്നാണ്, ആ സമ്പത്തിൽ നിന്നാണ് മുതലാളിത്തം ഉയർന്നു വരുന്നത്. വെറുതെ വന്നതല്ല. ആ മുതലാളിത്തത്തിന്റെ ജനാധിപത്യ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വളർന്നു വന്ന ബൂർഷ്വാസി ഇപ്പോൾ 300-400 വർഷമായി. പക്ഷേ ഈ ജനാധിപത്യ വിപ്ലവം കേരളത്തിൽ നടന്നില്ല, ഇന്ത്യയിൽ നടന്നില്ല. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കാനുള്ള നിലപാടുകൾ ഇവിടെ സ്വീകരിച്ചില്ല. ഭരണവർഗം എന്ന് പറയുന്നത് കുത്തക മുതലാളിമാരും ഭൂപ്രഭുക്കന്മാരും സാമ്രാജ്യത്വ ഫിനാൻസ് മൂലധന ശക്തികളും ചേർന്ന് ഒപ്പം പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ജന്മിത്വം അവസാനിപ്പിക്കില്ല ഇവിടെ, ഭൂപ്രഭുത്വം അവസാനിപ്പിക്കില്ല ഇവിടെ, സാമ്രാജ്യത്വ ശക്തികളുമായിട്ട് കണക്ക് പറഞ്ഞ് പിരിയില്ല ഇവിടെ. കുത്തക മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഭരണവർഗമാണ് കോൺഗ്രസിൻ്റെതായാലും BJPയുടേതായാലും. ഇവർ വർഗപരമായിട്ട് ഒരേ നിലപാട് സ്വീകരിക്കുന്നവരാണ്. എന്നിട്ട് വി ഡി സതീശൻ പറയാണ് ഞങ്ങൾ ഇടതുപക്ഷമാണ്. ഈ ചങ്ങായിക്ക് ഇടതുപക്ഷവും മനസ്സിലായിട്ടില്ല, വലതുപക്ഷവും മനസ്സിലായിട്ടില്ല. രാഷ്ട്രീയ മീമാംസയുടെ ഏതെങ്കിലും ഒരു ഭാഗം അറിയെങ്കിൽ ആരാണ് ഇടതുപക്ഷമെന്നും ആരാണ് വലതുപക്ഷമെന്നും മനസ്സിലായിട്ടില്ല. കളവ് പറഞ്ഞ് കനുകൂല സിദ്ധാന്തത്തിന്റെ പേര് അതല്ലേ, കനുകൂലു സിദ്ധാന്തം കേട്ടിട്ടില്ലേ? കനുകൂലു എന്ത് രാഷ്ട്രീയം? BJPക്ക് വേണ്ടിയും പറയും, കോൺഗ്രസിന് വേണ്ടിയും പറയും. പൈസ കിട്ടുന്നതിനനുസരിച്ച് അത് കോടികൾ ആണ്, ചെറിയ പണമൊന്നുമല്ല. കോടികൾ കിട്ടുന്നതിനനുസരിച്ച് അപ്പുറവും പറയും ഇപ്പുറവും പറയും. ഇമാതിരി കുറെ എണ്ണത്തെ വെച്ചിട്ട് കൊണ്ടാണ് ഈ കനുകൂല സിദ്ധാന്തത്തിന്റെ വക്താവായിട്ടിപ്പോൾ ഈ വി ഡി സതീശൻ മാറിയത്. വി ഡി സതീശന്റെ ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ മാറിപ്പോയി. അയാളുടെ പെരുമാറ്റം മാറി, അയാളുടെ സംസാര രീതി മാറി. ഞങ്ങളൊക്കെ മുമ്പ് MLA ആയിരുന്നപ്പോഴൊക്കെ ഒപ്പം ഉണ്ടായിരുന്നതാണ്. എത്ര ഡീസൻ്റായിരുന്നു മനുഷ്യൻ. ഇപ്പോഴെന്തായിപ്പോയി? എന്ത് വിവരക്കേടും വിളിച്ചു പറയാൻ യാതൊരു മടിയില്ല. അങ്ങനെ പറയണമെന്നാണ് കരുവോരു സിദ്ധാന്തം. നിങ്ങൾ നോക്കി മാത്രം പറയേണ്ടെന്നാണ്, എന്തും പറഞ്ഞോന്നാണ്. അതിപ്പോൾ നാളെ പറഞ്ഞിട്ട് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവരുമായി ചേരുന്നതിൻ്റെ എന്താ രാഷ്ട്രീയമെന്ന് ജനങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. ഒരു മറുപടി പറയാനും സാധിക്കുന്നതല്ല. എന്തെല്ലാം അപവാദ പ്രചരണങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലുടനീളം. അതിനെല്ലാം പറ്റുന്ന മാധ്യമ ശൃംഖലകളുണ്ട് അവർക്ക്. അവരുടെ തന്നെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജാതിയിൽ ഞങ്ങൾ വികസനം തന്നെയാണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറയുന്നത്, വികസനം വെറുതെ പറഞ്ഞാൽ പോരാ. കേന്ദ്ര ഗവൺമെൻറ് 10 ബഡ്ജറ്റ് അവതരിപ്പിച്ചു, 10 നമ്മളില്ല. 10 ബഡ്ജറ്റിലും കേരളമില്ല. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ കേരളത്തിൽ കിട്ടിയത് ആകെ ആമയും മുട്ടിയും മാത്രം. ആമയും മുട്ടി നല്ലത്, മുട്ടി അങ്ങ് മുട്ട അതെങ്കിലായല്ലോ എന്ന് വിചാരിക്കുക. പക്ഷെ വേറെ ഒന്നുമില്ല. 29 കാര്യം നമ്മൾ ആവശ്യപ്പെട്ടതാണ്. അതിവേഗ റെയിൽ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എയിംസ് വിദ്യാഭ്യാസ മേഖലയിലുള്ള, അതും തന്നിട്ടില്ല. ഒന്നും തരാൻ തയ്യാറില്ല. അവരുടെ ഭൂപടത്തിൽ കേരളം ഇല്ല. എന്നാൽ ഈ കേരളം സ്വന്തം കാലിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ച്, നിങ്ങളുടെ ഭൂപടത്തിൽ ഞങ്ങളില്ലെങ്കിൽ ഈ കേരളം, ഈ ചെറിയ നാട് ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള നാടായിട്ട് മാറിയിട്ടുണ്ട് എന്നതാണ് പ്രത്യേകത. അത് ഞങ്ങൾക്ക് മാത്രം കഴിഞ്ഞ ഒന്നാണ്. ഇന്ത്യയിലെ മറ്റൊരു ഗവൺമെന്റിനും സാധിച്ചിട്ടില്ല, ഒരു സംസ്ഥാന ഗവൺമെന്റിനും സാധിച്ചിട്ടില്ല. കോവിഡ് വന്നപ്പോൾ അമേരിക്ക വിലയിരുത്തിയത് കേരളത്തെയാണ്. കേരളം ഒരു രാജ്യമെന്ന നിലയിൽ. കേരളം രാജ്യമൊന്നുമല്ല, ഒരു സംസ്ഥാനമാണ്. അത്ഭുതകരമായിട്ടുള്ളതിൻ്റെ വളർച്ച, അതിൻ്റെ പ്രയോഗം ലോകം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ കേരളത്തിൻ്റെ ഈ പറയുന്ന ജനകീയമായ ഈ ആരോഗ്യ സംരക്ഷണ മേഖലയെ അവർ വാഴ്ത്തിയത്. അവർ വിസ്മയത്തോടുകൂടിയാണ് കേരളത്തെ കണ്ടത്. കാരണം കോവിഡ് വന്ന് 104 വയസ്സുള്ളവരെ രക്ഷപ്പെടുത്തിയ നാടാണ് കേരളം. 60 വയസ്സുള്ളവനോട് ഉൾപ്പെടെ നീ ഒന്നും വേണ്ട, പാരസൈറ്റമോൾ ഗുളിക കഴിച്ചോ, എന്നിട്ട് നല്ല ശുദ്ധജലം കഴിച്ചോ, കടന്നോ എന്ന് പറഞ്ഞത് ഞങ്ങളാരുമല്ല, പറഞ്ഞത് ട്രംപാണ് അമേരിക്കയിൽ. എന്നിട്ട് കടന്നവനെല്ലാം ചത്തു. 1, 2 അല്ല, ലക്ഷങ്ങൾ മരിച്ചു വീണു. ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാതെ ഭരണകൂട വ്യവസ്ഥയാണ് അമേരിക്കയിൽ എന്ന് നമുക്ക് മനസ്സിലായി. എല്ലാം സ്വകാര്യവൽക്കരിച്ചു. ആശുപത്രികൾ മുഴുവൻ സ്വകാര്യവൽക്കരിച്ചു. എന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഇൻഷുറൻസിൽ പങ്കുചേരുക, സൗജന്യ ചികിത്സ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് കോവിഡ് വന്നപ്പോൾ എന്ത് സൗജന്യ ചികിത്സ, ആര് നോക്കാൻ? ലക്ഷങ്ങളാണ് മരിച്ചുപോയത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണം കോവിഡിന്റെ ഭാഗമായിട്ടുണ്ടായപടിയാ അമേരിക്ക.
ലോകത്തെ ഏറ്റവും വലിയ ആയുധശക്തിയാണ്, പണസമ്പത്തുണ്ട്, പക്ഷെ മരിച്ചുപോയി. അതാ ഞാൻ പറഞ്ഞ 104 വയസ്സുള്ള പാവപ്പെട്ട മനുഷ്യനെ നമ്മളിവിടെ സംരക്ഷിച്ചു, പണം വാങ്ങാതെ ചികിത്സിച്ചു, ലക്ഷക്കണക്കിന് ആളുകളുടെ രോഗം ഭേദമാക്കി. അപ്പോഴാണ് ലോകം കേരളത്തെപ്പറ്റി മനസ്സിലാക്കിയത്, വിസ്മയം പൂക്കിയത്. ഇങ്ങനെ ഓരോ രംഗം, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, ഓരോന്നും കാണണം ഇപ്പോഴെന്താ മനോഹരം. 1 കോടി മുതൽ 15 കോടി വരെയാണ് ഓരോ സ്കൂളിലും കൊടുത്തത്. കിഫ്ബിയാണ് ഫണ്ട്. അപ്പോൾ കിഫ്ബി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കിഫ്ബി പറഞ്ഞപ്പോൾ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു, ഇതെല്ലാം ശുദ്ധ അസംബന്ധം, ആളെ പറ്റിക്കാൻ വേണ്ടി മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം. ഇതായിരുന്നു അവരുടെ പ്രയോഗം, മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം. 140 മണ്ഡലത്തിലും കിഫ്ബി അതിൻ്റെ വികസനത്തിനു വേണ്ടി പശ്ചാത്തല സൗകര്യമൊരുക്കാൻ സഹായം നൽകി. ഇപ്പോഴ് ഞാൻ കണക്ക് കൃത്യമായിട്ട് പറയാം, 5688 കോടി റുപ്യ ഈ കിഫ്ബിയാണ്. മറ്റൊരു സംസ്ഥാനത്തിനും ബാധ്യത ഉണ്ടായിരുന്നില്ല സ്ഥലമേറ്റെടുക്കാൻ. നാഷണൽ ഹൈവേ 66 വേണ്ടി നമ്മൾ കൊടുത്തു. ഒരു സംസ്ഥാനവും വേറെ കൊടുത്തില്ല. അത് ഉമ്മൻചാണ്ടി പണ്ടേ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കേണ്ടി വരില്ല. ഉമ്മൻചാണ്ടി ഫയൽ അടച്ചു വെച്ചിട്ട് പറഞ്ഞു, വേണ്ട, 1 സെന്റ് ഭൂമി എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് നാഷണൽ ഹൈവേ പോയത്. പിണറായി വന്നപ്പോഴാണ് നാഷണൽ ഹൈവേ വീണ്ടും വന്നത്. ഗയൽ പദ്ധതിക്ക് വേണ്ടി പദ്ധതി ആസൂത്രണം ചെയ്ത് വന്നത് അങ്ങനെയാണ്. കൂടംകുളത്തുനിന്നുള്ള വൈദ്യുതി ലൈൻ കൊച്ചിയിലേക്ക് എത്തിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോഴും നിങ്ങൾക്കറിയാലോ, തുരങ്കപ്പാത ഞാൻ അനുവദിക്കില്ല പറഞ്ഞതാരാ? വി.ഡി. സതീശൻ. എൻ്റെ ശവം വീണാലേ പറ്റുള്ളൂ. ഇവൻ്റെ ശവമൊന്നും വീണിട്ടില്ല, തുരങ്കം തുടങ്ങിയില്ലേ? ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ശബരിപാത. ഈ തുരങ്കപ്പാതയ്ക്ക് വേണ്ടി 2134 കോടി റുപ്യയാണ് കിഫ്ബി. 2134 കോടി. ശബരിപാതക്ക് 1900 കോടി. ഈ നാഷണൽ ഹൈവേയുടെ അപ്പുറവും ഇപ്പുറവുമായിട്ട് 2 പാത, ഒന്ന് മലയോര ഹൈവേ, മറ്റൊന്ന് തീരദേശ ഹൈവേ. 10,000 കോടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിന്, LP സ്കൂളിന് 1 കോടി മുതൽ ഹൈസ്കൂളിന് 15 കോടി വരെ. 1 കിലോമീറ്റർ ദൂരമുള്ള പാലം ഉൾപ്പെടെയുള്ള 100 കണക്കിന് പാലങ്ങൾ. കേരളത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവൻ മെക്കാഡൻ റോഡായി. പശ്ചാത്തല സൗകര്യം ലോകോത്തരമായി. കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് 1 ലക്ഷം കോടി റുപ്യയാണ് കിഫ്ബി നിക്ഷേപിച്ചത്. ഒന്നുകൂടി പറയാം, അത്ര വെറുതെ പൊതുയോഗം കെട്ടിയിരുന്നാൽ പോരാ. എത്രയാ? 1 ലക്ഷം കോടി റുപ്യ ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി, പശ്ചാത്തല സൗകര്യ വികസനത്തിന് വേണ്ടി ചിലവാക്കി. ഇന്ത്യയിൽ വേറെ എവിടെയില്ല കേട്ടോ. നിന്റെ BJP കോൺഗ്രസ് എല്ലാം ഭരിക്കുന്നുണ്ടല്ലോ മനസ്സിൽ, എവിടെയില്ല. ഇതിനെയാണ് ഭാവന എന്ന് പറയാം, ഇതിനാണ് ക്രിയാത്മകത എന്ന് പറയാം. നാടിനോട് പ്രതിബദ്ധതയുള്ളൊരു ഗവൺമെൻറ്റാണ് ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓഹരി വെക്കാൻ നടക്കുന്നവർക്ക് അത് സാധിക്കില്ല എന്ന് 2016 വരെ നമ്മൾ കണ്ടതല്ലേ. 2016 ശേഷമല്ലേ ഈ പറയുന്ന കിഫ്ബി സജീവമായിട്ട് മുന്നോട്ടേക്ക് വന്നത്. അതിനു മുമ്പേ കിഫ്ബി ഉണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും ചെയ്തോ? അത് കൈകാര്യം ചെയ്യാൻ കഴിയണം. ഇതിൻ്റെ തുടർച്ചയിൽ ഞങ്ങൾ പറഞ്ഞു, നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ മുൻപന്തിയിലുണ്ട്, ആരോഗ്യ മേഖലയിൽ നമ്മൾ മുൻപന്തിയിലുണ്ട്. അതേപോലെ തന്നെ പാർപ്പിടം 5 ലക്ഷം വീടായി. 5 ലക്ഷം. ഈ മാസം അവസാനമാകുമ്പോൾ ഒരു വീട് പൂർത്തിയാകുന്ന ദിവസം, 5 ലക്ഷം പൂർത്തിയാകുന്ന ദിവസം കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും ഞങ്ങളൊരു കാര്യം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ 5 ലക്ഷം വീട്ടിലേക്കും നമ്മൾ പോകണം, അവരുടെ ആഹ്ലാദത്തിൽ പങ്കുചേരണം. കഴിഞ്ഞ നവംബർ 1 തീയതി ഒരു ആഹ്ലാദത്തിൽ പങ്കുചേർന്നിരുന്നു, ഓർമ്മയുണ്ടോ? ഏതാ? നവംബർ 1 തീയതി ഒരു ആഹ്ലാദത്തിൽ പങ്കുചേർന്നത് എന്താ ഓർമ്മയുണ്ടോ? നവംബർ 1 എന്തായിരുന്നു? എന്താ പ്രഖ്യാപിച്ചത്? അതിദാരിദ്ര്യമില്ലാതെ ലോകത്തെ ചൈന കഴിഞ്ഞാൽ ഒരേ ഒരു നാട്, അത് കേരളമാണെന്ന് പ്രഖ്യാപിച്ച ദിവസം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ എല്ലാ വാർഡിലും നമ്മളെല്ലാവരും ചേർന്ന് പായസം വെച്ചില്ലേ? പായസം വെച്ച് എല്ലാവരും കൊടുത്തില്ലേ? ആഹ്ലാദം പങ്കുവെച്ചു. ഇനിയിപ്പോൾ ഈ 5 ലക്ഷം വീട് പൂർത്തിയാകുന്ന ദിവസം എല്ലാ വീടുകളിലേക്കും പോകണം. ഏത് വീട്? ഈ 5 ലക്ഷം വീടുകളിലേക്കും പോകണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ പൊതുവെ പറഞ്ഞു, എല്ലാവരുടെയും പോയി ഒരു കേക്ക് മുറിക്കുക, ഒരു സന്തോഷം. എല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് ഒരു കേക്ക് മുറിക്കുക.
അപ്പോൾ എന്നോട് ഒരാൾ പറയാ ഒരു വാർഡിൽ, എൻ്റെ വാർഡിൽ 86 വീടുണ്ട്. 86 വീട്, ഈ 5 ലക്ഷത്തിൻ്റെ 86 വീട് ഒറ്റ വാർഡിലുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാ സഖാവേ കേക്ക് മുറിക്കുക? അപ്പോൾ 86 കേക്ക് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ കേക്ക് വേണ്ട, ലഡു മതിയെന്നു. ലഡു ആയാൽ ഓരോന്ന് കൊടുത്താൽ മതിയല്ലോ. ഈ പറയുന്ന പോലെ ഓരോരാൾക്ക് 86 കേക്ക് വാങ്ങാന്ന് പറഞ്ഞാൽ ചെറുതല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും മധുരം കൊടുക്കുക, ഒരു സന്തോഷം. അത് ഈ 5 ലക്ഷം, ഈ ലോകത്ത് 5 ലക്ഷം വീട് പാവപ്പെട്ട മനുഷ്യന് നൽകിയ ഒരു മുതലാളിത്ത ഗവൺമെൻറ്റും ഇവിടെ ഇല്ല, ഭൂമുഖത്തില്ല. സോഷ്യലിസ്റ്റ് രാജ്യത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയില്ല. അത് ഈ കേരളത്തിൽ നടപ്പിലാക്കുക നമ്മൾ. ഈ 5 ലക്ഷം മതിയാവില്ല, ഇനിയും കുറച്ച് വേണ്ടി വരും. അപ്പോൾ അവർക്കും വീടാവും. അപ്പോൾ ആരോഗ്യമേഖലയിൽ ലോകോത്തരമാണ് കേരളം. വിദ്യാഭ്യാസ മേഖലയിൽ 1ാം സ്ഥാനത്താണ് കേരളം. ഈ പറയുന്ന രീതിയിൽ എല്ലാ തലങ്ങളിലും വന്നു കഴിഞ്ഞാൽ പട്ടിണി പോയി, വസ്ത്രങ്ങളുണ്ട്, അതുപോലെ തന്നെ കയറിക്കിടക്കാൻ ഇടയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആരോഗ്യ സംരക്ഷണമുണ്ട്. ഇനി പിന്നെ വേണ്ടത് എന്താ വേണ്ടത്? ഒന്നും കിട്ടുന്നില്ല. ഞാൻ അങ്ങോട്ട് തന്നെ പറയാ, തൊഴിലില്ലായ്മ പൂർണ്ണമായിട്ടും പരിഹരിക്കണം. ലോകത്ത് ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ താമസിക്കുന്നത് ബൈജിങ്ങിലുമല്ല, അതുപോലെ തന്നെ കാലിഫോർണിയയിലുമല്ല, ഈ കേരളത്തിലാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് ഈ കേരളമാണ്. ആ കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം മുഴുവൻ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. അത് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അത് സാധിക്കുന്നതിന് വേണ്ടി അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ, IT പാസ്സായ, പോളിടെക്നിക്ക് കഴിഞ്ഞ, എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ കുട്ടികൾക്ക്, എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക്, അവർക്ക് ഇഷ്ടമുള്ള സ്കില്ലിലേക്ക് പോകാൻ, അത് പഠിക്കാൻ ഓരോ മാസവും 1000 ഉറുപ്പ്യ കൊടുക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചത് ഈ 5 ലക്ഷത്തെയും ജോലിയിലേക്ക് എത്തിക്കാനാണ്. ഇപ്പോഴവർക്ക് ജോലിയില്ല, അവർക്ക് ജോലിയിലേക്ക് എത്തിക്കാനാണ്. 10 ലക്ഷം ആളുകൾക്ക് ജോലി നൽകാനുള്ള എല്ലാ സംവിധാനവും കേരളത്തിലെ പോർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 3000-ഓളം വരുന്ന കമ്പനികൾ ലോകത്ത്. ജോലി കിട്ടാൻ പ്രയാസമില്ല. പക്ഷെ അവർക്ക് MA-ക്കാരെ വേണ്ട, BA-ക്കാരെ വേണ്ട, MCOM-കാരെ വേണ്ട, അതുപോലെ BCOM-കാരെ വേണ്ട. അവർക്ക് വേണ്ടത് സ്കില്ലാണ്. അപ്പോൾ അത് 3 മാസം, 4 മാസം, 5 മാസം, 6 മാസം കൊണ്ട് പൂർത്തിയാക്കാം. ഒപ്പം നല്ല കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വേണം. ഇതൊക്കെ പഠിപ്പിക്കണം. പഠിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസത്തോടുകൂടി ഇന്റർവ്യൂവിന് വീട്ടിലിരുന്ന് കൈകാര്യം ചെയ്യാം. ലക്ഷക്കണക്കിന് ആൾക്ക് തൊഴിൽ കിട്ടും. ഇപ്പോഴും തന്നെ സ്വയം സംരംഭത്തിന്റെ ഭാഗമായിട്ട് 3.5 ലക്ഷം ആളുകൾക്ക് 3 ലക്ഷം ആളുകൾ തുടങ്ങി. അതൊരു 2 ആളെ കൂട്ടിയാൽ ഒരു 7 ലക്ഷം ആളുകൾക്കെങ്കിലും അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് ജോലിയായിട്ടുണ്ട്, അവർക്ക് ജീവിതമായിട്ടുണ്ട്. അതിൻ്റെ പുറമെ നിരവധി കമ്പനികളിലേക്ക് ഇപ്പോഴും അവർക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇങ്ങനെ നിരവധിയായ സംരംഭങ്ങളിലൂടെ നമുക്കാണെങ്കിൽ പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാൻ കേരളത്തിലേക്ക് വരാൻ വേണ്ടി ആളുകൾ കാത്തിരിക്കുകയാണ്. 1.18 ലക്ഷം കോടി ഉറുപ്പിക നിക്ഷേപിക്കാൻ ഇപ്പോഴും ചേർന്ന ദാവോസിലെ സമ്മേളനം കഴിഞ്ഞപ്പോൾ രാജീവൻ പറഞ്ഞു ഓഫർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി കൊച്ചിയിൽ, 2 ദിവസത്തെ മീറ്റ്. ആ മീറ്റിൽ നിന്ന് ആദ്യം 1,52,000-ഉം അതിൻ്റെ കുറച്ചുകൂടി ദിവസം കഴിഞ്ഞപ്പോൾ 2 ലക്ഷം കോടി നിക്ഷേപിക്കാൻ തയ്യാറാണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വലിയ മാറ്റമാണ്. ഈ കേരളം മാറുകയാണ്. ഈ കേരളത്തെ ലോകോത്തരമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള വിജ്ഞാന സമൂഹം, വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ, അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വിജ്ഞാന സമൂഹത്തെ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് നയിക്കണം. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂലധന നിക്ഷേപം എന്ന് പറയുന്നത് ഈ പണമല്ല, പണത്തിനു പകരം അറിവാണ്. ആ അറിവ് ഉപയോഗിച്ച് നമുക്ക് അതിശക്തിയായിട്ട് മുന്നേറാനാവണം. പുതിയ പുതിയ ആശയങ്ങൾ വേണം. നമ്മൾ തുടങ്ങുമ്പോഴേ ഒരു 300 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോൾ 8000-ആയി. ഒരു 15,000-ത്തിലേക്ക് എത്തിക്കാനാണ് ഇപ്പോഴ് സ്റ്റാർട്ടപ്പ് മിഷൻ ശ്രമിക്കുന്നത്. എത്രയെത്ര ആശയങ്ങളാണ് ലോകത്തിന് നമ്മൾ നൽകിയത്, എത്രയെത്ര ആശയങ്ങളാണ് ചെറുപ്പക്കാർ കേരളത്തിൽ തന്നെ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു വരുന്നത്. അതിൻ്റെ ഒന്നും ചിത്രത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരികൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന നാടായിട്ട് കേരളം മാറും. ആളോഹരി വരുമാനം വർദ്ധിക്കും, നമ്മുടെ ശേഷി കൂടും. ഈ കേരളം ഒരു ശക്തമത്തായ നാടായിട്ട് മാറും. ആളോഹരി വരുമാനത്തിൽ മാറ്റം വരും. നമ്മുടെ വാങ്ങൽ കഴിവ് കൂടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ,
ഇപ്പോൾ തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രണ്ടാൾ കർഷക തൊഴിലാളി, ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും കർഷക തൊഴിലാളിയാണെങ്കിൽ മാസാമാസം 4000 രൂപയില്ലേ? അവിടെ 35 വയസ്സ് കഴിഞ്ഞ 60 വയസ്സ് വരെയുള്ള ഒരു സ്ത്രീ കൂടി ഉണ്ടെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി സ്ത്രീ സുരക്ഷയുടെ 1000 രൂപയില്ലേ? എത്ര രൂപയായി അന്നേരം? 2 4 4 1 5. അവിടെ ഒരു ചെറുപ്പക്കാരനുണ്ടെന്ന് നോക്കാം, ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയിട്ട് ജോലിക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര കിട്ടും? 1000. അപ്പോൾ അത്രയായി 6000 രൂപ. ഇതെല്ലാം സ്വപ്നം കണ്ടതാണോ? നടക്കില്ലേ? പ്രായോഗികമായിട്ട് നടക്കില്ലേ? ഇത് വീണ്ടെടുക്കുമെന്നാണ്, കേരളത്തെ വീണ്ടെടുക്കുമെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. വി ഡി സതീശൻ വീണ്ടെടുത്താൽ കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ടോ? വീണ്ടെടുത്താൽ ഈ പറയുന്ന സ്ത്രീ സുരക്ഷയുണ്ടോ? ചെറുപ്പക്കാർക്ക് കണക്ട് ജോബ് എന്ന് പറയുന്ന പദ്ധതിയുണ്ടോ? നിങ്ങളുടെ കാരണത്തിൽ ഇതൊന്നുമില്ലല്ലോ. നിങ്ങൾ ടാറ്റയെയും ബിർളയെയും അദാനിയെയും അംബാനിയെയും കൊണ്ട് നടക്കുകയായിരുന്നല്ലേ? അപ്പോഴല്ലേ കേരളം ഈ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഇത്തരം പദ്ധതികളുമായിട്ട് മുന്നോട്ടേക്ക് വന്നത്? നിങ്ങൾക്ക് ഒരു തരത്തിലും ഈ കേരളത്തിൻ്റെ ഭാഗമായി ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും കൈകാര്യം ചെയ്യാൻ മണ്ടും സാധിച്ചിട്ടില്ല, ഇനിയും സാധിക്കില്ല. തുടങ്ങിവെച്ച ഓരോ പദ്ധതിയും തകർക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 2 ടേമിലും അധികാരത്തിൽ വരാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പായിട്ട് പറയാണ്, ഞങ്ങൾ തുടങ്ങിവെച്ച് ഈ ലോകത്തിന്റെ മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടയാളപ്പെടുത്തപ്പെട്ട കേരള മോഡൽ എന്ന അമർത്യാസൻ പറഞ്ഞ ഈ കാര്യം ശക്തിപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോയിട്ട് ലോകത്ത് വികസിത രാജ്യം, അതുപോലത്തെ അർദ്ധവികസിത രാജ്യങ്ങൾ അവരുടെ ജനങ്ങളുടെ ജീവിതത്തെക്കാൾ മെച്ചപ്പെട്ട ഒരു പുതിയ ജീവിതം ഈ കേരളത്തിൽ നൽകാൻ പുതിയ നാട്, അതിനാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നവകേരളം. ഈ നവകേരളം സൃഷ്ടിക്കാൻ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും ഉണ്ടാവണം. ഞങ്ങളതിന് തയ്യാറാണെന്നുള്ള മനസ്സാണ് ഈ ജാഥാ സ്വീകരണത്തിലേക്ക് ഒഴുകിയെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് മനുഷ്യന്റെ മനസ്സായിട്ട് നമുക്ക് വായിക്കാൻ കഴിഞ്ഞത്. അത് തീർച്ചയായിട്ടും ഇനിയും ശക്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവണമെന്നും 3ാം ടേം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്നുള്ളതിന് ഉറപ്പുണ്ടാക്കാനുള്ള ജനകീയ ഇച്ഛ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിങ്ങൾ നൽകിയിട്ടുള്ള ഹൃദയപൂർവ്വമായ സ്വീകരണത്തിന്, ആവേശകരമായ സ്വീകരണത്തിന് നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അടുത്തത് ജാഥാ സ്വീകരണമാണ്. ജാഥാ ലീഡർ സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററെ ഹാരാർപ്പണം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. LDF നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി VM കുട്ടിക്കൃഷ്ണൻ, LDF വിവിധ മേഖലാ കമ്മിറ്റികൾക്ക് വേണ്ടി LDF അത്തോളി കമ്മിറ്റി, മൊടക്കല്ലൂർ, മുണ്ടോത്ത്, ഉള്ളിയേരി, കന്നൂര്, LDF നടുവണ്ണൂർ, കാവുന്തറ, തൃക്കുറ്റിശ്ശേരി, കോട്ടൂർ, ഔടനല്ലൂർ, കൂരാച്ചുണ്ട്, കാന്തലാട്, ഉണ്ണികുളം, പൂനൂർ, ഈയാട്, ശിവപുരം, കിനാലൂർ, പനങ്ങാട്, ബാലുശ്ശേരി, കോക്കല്ലൂർ, കായണ്ണ. അടുത്തത് മറ്റ്
ജാഥാംഗങ്ങൾക്കുള്ള സ്വീകരണമാണ്. സഖാവ് പി സന്തോഷ് കുമാറിനെ ഹാരാർപ്പണം ചെയ്യുന്നത് TM ശശി. KS സലീഖയെ ഹാരാർപ്പണം ചെയ്യുന്നു PP പ്രേമ. മാത്യു കുന്നപ്പള്ളിയെ ഹാരാർപ്പണം ചെയ്യുന്നത് ബേബി പൂവത്തിങ്കൽ. PP ദിവാകരനെ ഹാരാർപ്പണം ചെയ്യുന്നു ഉള്ളൂർ ദാസൻ. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബുവിനെ ഹാരാർപ്പണം ചെയ്യുന്നത് PV ഭാസ്കരൻ കിടാവു. മനയത്ത് ചന്ദ്രനെ ഹാരാർപ്പണം ചെയ്യുന്നത് ദിനേശൻ പനങ്ങാട്. ബാബു ഗോപിനാഥിനെ ഹാരാർപ്പണം ചെയ്യുന്നത് KMK ബാലകൃഷ്ണൻ. വടകോട് മോനച്ചൻ ഹാരാർപ്പണം ചെയ്യുന്നത് നൗഫൽ കണ്ണാടിപ്പൊയിൽ. AJ ജോസഫിനെ ഹാരാർപ്പണം ചെയ്യുന്നു KK ശോഭ. കാസിം ഇരിക്കൂറിനെ ഹാരാർപ്പണം ചെയ്യുന്നത് N കുട്ടിയാലി. നൈസ് മാത്യുവിനെ ഹാരാർപ്പണം ചെയ്യുന്നത് RK മനോജ്. ജോസഫ് ശോഭ KK ശോഭ AJ ജോസഫിനെ ഹാരാർപ്പണം ചെയ്യും. അല്ല കുറച്ചങ്ങോട്ടേക്ക് ഹലോ കുറച്ചങ്ങോട്ട് നിങ്ങള് ഫോട്ടോ അല്ല അവിടുന്ന് മുമ്പൊന്ന് മാറി അപ്പുറന്ന് എടുക്കുന്നു. അയ്യാ എന്നെ എടുത്തോ എടുത്തോ നിങ്ങളെടുത്തോ. അങ്ങോട്ട് തിരിഞ്ഞേക്ക്. പെൻഷൻ കിട്ടിയ പൈസ പെൻഷൻ കിട്ടിയ പൈസ UDF വന്നാലും എനിക്ക് കിട്ടൂല. നമ്മൾ തന്നെ വരണോ? ആയിക്കോട്ടെ ഓക്കെ വരാം. ഒരു കാര്യം ചെയ്യും വിഷയം തന്നെ വെച്ചോ. മാസ് വാങ്ങിയായിട്ട് കൂട്ടിക്കോട്ടോ. 3 മണിക്ക് കാത്തിരിക്കുന്നുണ്ട്. നമ്മളെ പഴയ സഖാവ പഴയ അത് പോലീസ് റാങ്ക് ഹോൾഡേഴ്സാണ്. അങ്ങോട്ട് ഇറങ്ങി സ്വീകരണ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.